കാൽവരിനാഥനെ പുൽകുവാൻ നിണവഴിയേ നീ നടന്നു. ഇന്ന് യാക്കോബ് അപ്പോസ്തലൻ്റെ തിരുനാളാണ്. അതുകൊണ്ട് തന്നെ നാം ഇന്ന് വായിച്ചു കേൾക്കുന്ന സുവിശേഷ ഭാഗം യാക്കോബ് അപ്പോസ്തലൻ്റെ അമ്മ വന്നിട്ട് യേശുവിനോടൊരു കാര്യം പറയുന്നതാണ്. അമ്മയുടെ യാചന ഇതാണ്: എൻ്റെ 2 മക്കളെയും നിൻ്റെ വലതും ഇടതും നിർത്താവോ, അവർക്ക് അവിടെ ഒരു സ്ഥലം കൊടുക്കാവോ. എത്ര മനോഹരമായിട്ടാണ് ആ അമ്മ യാചിച്ചതല്ലേ. എല്ലാ അമ്മമാരുടെയും യാചന ഇതൊക്കെ തന്നെയല്ലേ. തൻ്റെ മക്കൾ 2 പേരും നല്ലൊരു സൗഹൃദത്തിലാണെന്നറിയുമ്പോൾ ആ സൗഹൃദത്തിൽ അവസാനം വരെ നിലനിൽക്കാൻ അവൻ അനുവദിക്കണമെന്ന്. നമ്മുടെയൊക്കെ അമ്മമാരും യേശുവിനോട് കൂടുതൽ നമ്മൾ അടുത്തിരിക്കണമെന്നും യേശുവിനോട് കൂടുതൽ സ്നേഹത്തിലായിരിക്കണമെന്നൊക്കെയല്ല ആഗ്രഹിക്കുന്നത്. ഏതൊരു അമ്മയുടെയും നിസ്സഹായമായ സ്നേഹം നിറഞ്ഞ പ്രാർത്ഥന പോലെ വളരെ സൗമ്യതയോടെ ഈ അമ്മയും യേശുവിനോട് അത് തന്നെയാണ് അപേക്ഷിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ അമ്മമാർക്കും ഈ അമ്മ മാതൃകയുമാണ്. പക്ഷേ ഒരമ്മയുടെ പ്രാർത്ഥനയും അങ്ങ് വെറുതെ ആകില്ലല്ലോ. യേശു ആദ്യം ചോദിക്കുന്നുണ്ട്, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കാൻ പറ്റുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് പറ്റും. അപ്പോൾ അത് വെറും വാക്കായിരുന്നോ? ഒരിക്കലുമല്ല. പിന്നീട് ചരിത്രം കണ്ടപ്പോൾ യാക്കോബ് അപ്പോസ്തലനാണ് യേശുവിന് വേണ്ടി രക്തം ചിന്തി മരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ കൂടെ നിൽക്കുമ്പോഴും മക്കൾ 2 പേരും യേശുവിൻ്റെ അതേ തീക്ഷ്ണതയിൽ വരുന്നു എന്ന് ആ അമ്മ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി എൻ്റെ അടുത്തല്ല ഇവരിയ്ക്കേണ്ടതെന്നും ഇവർ യേശുവിൻ്റെ അടുത്താണ് ഇരിക്കേണ്ടതെന്നും ആ യേശുവിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ അതിനുവേണ്ടി ജീവൻ പോലും കളയണമെന്നും ഈ അമ്മ പലപ്പോഴായി പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, അങ്ങനെ പഠിപ്പിച്ചൊരമ്മയുടെ മക്കളാണ് പിന്നീട് സഭയുടെ അപ്പോസ്തലന്മാരായി തീർന്നത്. എത്ര മനോഹരമായിട്ടാണ് ഒരമ്മ തൻ്റെ മക്കളെ യേശുവിലേക്ക് അടുപ്പിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ തിരുനാളിൽ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: ജന്മം കൊണ്ടല്ലാതെയും ചില മക്കൾ നമ്മുടെ കൂടെ ഉണ്ട്. ആ മക്കളെയൊക്കെ നമ്മളിങ്ങനെ യേശുവിലേക്ക് അടുപ്പിക്കുന്നുണ്ടോ? ഈ അമ്മയുടെ ഒരു പ്രാർത്ഥന കൊണ്ട് ഈ 2 മക്കളും ഇന്ന് സഭയുടെ നെടുന്തൂണുകളാണ്, സഭയുടെ അപ്പോസ്തലന്മാരാണ്. അങ്ങനെയാണെങ്കിൽ ഈ അമ്മ എത്ര ഭാഗ്യം ചെയ്ത അമ്മയാണ്. നമ്മൾ ഓരോരുത്തരും നമുക്ക് ഏൽപ്പിക്കപ്പെട്ട മക്കളെ ഇങ്ങനെ ഈശോയിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടേയിരിക്കണം. എന്നിട്ട് പറയണം, ഇവരെ നിനക്ക് കുറച്ചും കൂടി നിൻ്റെ ഹൃദയത്തിലിട്ട് നൽകാവോ. അങ്ങനെ ഒരിക്കലും അകലാതെ മക്കളെ ഈശോയിലേക്ക് അടുപ്പിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ഇന്ന് ഈ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അകൽച്ചയ്ക്ക് കുറച്ചും കൂടി അടുപ്പിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം. അതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന, യാക്കോബിൻ്റെ അമ്മയെപ്പോലെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പുല്ലുവിളതൻ പാതുകാവല വിശുദ്ധനാം യാക്കോബ് ശ്ലീഹായേ. പുല്ലുവിളതൻ പാതുകാവല വിശുദ്ധനാം യാക്കോബ് ശ്ലീഹായേ. കാരുണ്യത്തിൻ കാവൽ വിളക്കേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കാരുണ്യത്തിൻ കാവൽ വിളക്കേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പുല്ലുവിളതൻ പാതുകാവല വിശുദ്ധനാം യാക്കോബ് ശ്ലീഹായേ. സഹായക എൻ സൗഖ്യദായക, സഹായക എൻ സൗഖ്യദായക, സബദീ പുത്ര യാക്കോബേ. യേശുവിൻ രക്തസാക്ഷി ശ്ലീഹായേ, ഈ മണ്ണിൽ മക്കളെ കാത്തിടേണമേ. കാൽവരിനാഥനെ പുൽകുവാൻ നിണവഴിയേ നീ നടന്നു. കാൽവരിനാഥനെ പുൽകുവാൻ നിണവഴിയേ നീ നടന്നു. ജീവിത ക്ലേശത്താൽ തളർന്നിടുമ്പോൾ താങ്ങായി തണലായി നീ വരണേ.
താതാ നീ വരണേ, ക്രൂശിതനാഥനിൽ ചേർത്തിടണേ. താതാ നീ വരണേ, ക്രൂശിതനാഥനിൽ ചേർത്തിടണേ. സഹായക എൻ സൗഖ്യദായക, സഹായക എൻ സൗഖ്യദായക. സബദീ പുത്ര യാക്കോബേ, യേശുവിൻ രക്തസാക്ഷി ശ്ലീഹായേ, ഈ മണ്ണിൻ മക്കളെ കാത്തിടേണമേ. മാനസങ്ങൾ ദീപ്തമാകുവാൻ ശാന്തിദൂതുമായി നീ വരണേ. മാനസങ്ങൾ ദീപ്തമാകുവാൻ ശാന്തിദൂതുമായി നീ വരണേ. പാപച്ചുഴിയിൽ കര കാണാതലയുമ്പോൾ ആശ്വാസതീരമായി നീ വരണേ. താതാ നീ വരണേ, വിശ്വാസദീപം തെളിക്കേണമേ. താതാ നീ വരണേ, വിശ്വാസദീപം തെളിക്കേണമേ. സഹായക എൻ സൗഖ്യദായക, സഹായക എൻ സൗഖ്യദായക. സബദീ പുത്ര യാക്കോബേ, യേശുവിൻ രക്തസാക്ഷി ശ്ലീഹായേ, ഈ മണ്ണിൻ മക്കളെ കാത്തിടേണമേ. പുല്ലുവിളത്തൻ പാതുകാവല, വിശുദ്ധനാം യാക്കോബ് ശ്ലീഹായേ, കാരുണ്യത്തിൻ കാവൽ വിളക്കേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. കാരുണ്യത്തിൻ കാവൽ വിളക്കേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പുല്ലുവിളത്തൻ പാതുകാവല, വിശുദ്ധനാം യാക്കോബ് ശ്ലീഹായേ, സഹായക എൻ സൗഖ്യദായക, സഹായക എൻ സൗഖ്യദായക. സബദീ പുത്ര യാക്കോബേ, യേശുവിൻ രക്തസാക്ഷി ശ്ലീഹായേ, ഈ മണ്ണിൻ